ഈ രാജ്മോഹൻ ചില കാര്യങ്ങളൊക്കെ വിട്ടുപോയിട്ടുണ്ട്. നോ പ്രോബ്ലം, ഞാൻ കണ്ടോളാം. ആൻസി സംശയിക്കുന്ന 4 പേരല്ലാതെ മറ്റൊരാളായിക്കൂടുന്നുണ്ടോ ഈ വീഡിയോ പോസ്റ്റ് ചെയ്തത്? അത് ഇവരൊക്കെ തന്നെയായിരിക്കും. വേറെ ആരാവാനാ? ആൻസി അങ്ങനെ തന്നെ ഉറച്ചു വിശ്വസിക്കേ. പക്ഷേ ആൻസിയോട് ആരാധന തോന്നുന്ന ഒരുപാട് പേരുണ്ട്. പുരുഷന്മാർ മാത്രമല്ല, സ്ത്രീകളും. ആൻസിയെ പോലെ മിടുക്കിയായ സക്സസ്ഫുള്ളായ ഒരു പേഴ്സണാലിറ്റിയെ വല്ലാതെ ആകർഷിക്കുന്ന ഒരുപാട് പേരുണ്ട്. എൻ്റെ ഭാര്യ പോലും അതിന് ഉദാഹരണമാണ്. ഞങ്ങൾ പോലീസുകാർ ചിന്തിക്കുമ്പോൾ വളഞ്ഞ വഴിയിൽ ചിന്തിക്കൂ. നേരായ വഴി കണ്ടെത്താൻ വളഞ്ഞ വഴി തന്നെ പോണം. അതാണ് ഞങ്ങൾക്കുള്ള ട്രെയിനിങ്. ഈ സിജി ചെറിയാനെ നിങ്ങളൊന്ന് വിളിച്ചു നോക്കിയോ? ഞാൻ പറഞ്ഞില്ലേ, ഇന്നലെ വിളിച്ചു. സനൽ സാറിന്റെ കൂടെ രാവിലെ വരാന്നാ പറഞ്ഞേ. ഇപ്പൊ സനൽ സാറ് വിളിച്ചപ്പോഴാ പറഞ്ഞേ വരാൻ പറ്റില്ല, പുള്ളിക്ക് വേറെന്തോ തിരക്കുണ്ടെന്ന്. നിങ്ങൾ ഒന്നുകൂടെ വിളിച്ചു നോക്കിയേ. അയാളില്ലാതെ എങ്ങനെയാ കാര്യങ്ങള്? ഞാൻ വിളിച്ചതാ, ഫോൺ എടുക്കുന്നില്ല. ഇപ്പൊ ട്രൈ ചെയ്തപ്പോ ഫോൺ സ്വിച്ച് ഓഫ്. അങ്ങനെയാണെങ്കിൽ സനൽ സാറിന്റെ അടുത്ത് ഇങ്ങോട്ട് വരാതിരിക്കാനുള്ള എന്തെങ്കിലും കാരണം പറഞ്ഞു കാണും. ഈ സിജി ചെറിയാൻ നമ്മളെ കുഴപ്പിക്കൂ. നിങ്ങളല്ലേ പറഞ്ഞത് നിങ്ങളുടെ ആത്മാവാണ്, ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യിപ്പിച്ചത് നിങ്ങളാണ്, സൈബർ ഡ്യൂട്ടി നിങ്ങളാണ് വാങ്ങിക്കൊടുത്തത്, പറഞ്ഞാൽ എല്ലാം കേൾക്കൂന്നൊക്കെ. എന്നിട്ടെന്താ സ്വിച്ച് ഓഫ് ആയത്? ഫ്രൈഡ് റൈസും മട്ടൺ റോസ്റ്റും മതിയായിരുന്നു. ചപ്പാത്തി അത്ര പോരാ. അതെ, ഈ ബില്ലൊക്കെ ആര് കൊടുക്കും? അത് മോടെ കയ്യിലുണ്ടല്ലോ. അല്ലെങ്കിലേ അത് സാറ് കൊടുത്തോളും. സാറില്ലേ ഇവിടെ വരാൻ പറഞ്ഞേ. ഇത്രയും നല്ല പൊസിഷനിലിരിക്കുന്ന ആൾക്കാർ ഇങ്ങനെയാണോ സാർ ചിന്തിക്കുന്നത്? സാറിന്റെ കൂടെ ചേർത്ത് എല്ലാം പറഞ്ഞത് സാറിന്റെ ഫാമിലി ലൈഫ് കൂടെ നശിപ്പിക്കാനായിട്ട്. സാറിന്റെ ഫാമിലി ഞാനല്ലേ ആൻസി, അതിനൊന്നും സംഭവിക്കില്ല. ആൻസി ഇങ്ങനെ ഫ്രസ്ട്രേറ്റഡ് ആവരുത്. ഞങ്ങളൊക്കെ ഇല്ല ആൻസിയുടെ കൂടെ. അവർ ഈ പറഞ്ഞതൊക്കെ തന്നെയല്ലേ മുഖ്യമന്ത്രിയുടെ അടുത്തും പറഞ്ഞിട്ടുണ്ടാവുക. അദ്ദേഹം പോലും എന്നെ കുറിച്ച് ഇപ്പൊ ഇങ്ങനെയൊക്കെയല്ലേ മനസ്സിലാക്കുക. ഞാൻ ഇത്രനാളും ചെയ്തത് അദ്ദേഹത്തിന് മുമ്പിൽ അഭിനയായിരുന്നു. തളരരുത് ആൻസി. ആൻസിക്ക് ഒരുപാട് സപ്പോർട്ട് വേറെയുണ്ട്. ആൻസി ഇപ്പോഴും തെറ്റുകാരിയല്ലെന്ന് തെളിയിക്കാൻ നടക്കുന്നത് ഒരു സാധാരണ വീട്ടമ്മയുടെ മൈൻഡ് സെറ്റിലാ. അതുകൊണ്ടാണ് ഈ ഫ്രസ്ട്രേഷനൊക്കെ. ആൻസി അവിടെ നിന്നൊക്കെ ഒരുപാട് മാറിക്കഴിഞ്ഞു, ആൻസി പോലും അറിയാതെ. KGSന്റെ ഷോയിൽ വന്ന കമന്റ്സൊക്കെ ഒന്ന് കേട്ടു നോക്ക്. ചേട്ടാ അതൊന്ന് കാണിച്ചു കൊടുത്തേ. യങ് ഗേൾ, വി ആർ വിത്ത് യു, മേധ പട്കർ. മലാല യൂസഫ് അലിയുടെ കമന്റും ഉണ്ട്. കിരൺ ബേദി, നാദിയ മുറാദ്. ഇപ്പോൾ KGS ഈവനിങ്സിന്റെ സ്ട്രെങ്ത് മനസ്സിലായല്ലോ. ഇവരൊക്കെ മുതൽ കോവളത്ത് മീൻ വിൽക്കുന്ന ഒരു സാധാരണ സ്ത്രീയുടെ കമന്റ് വരെ ഉണ്ട് ഇതില്. ഒന്ന് കേട്ടു നോക്ക്. അത് പാവം കൊച്ചല്ലേ, അതിനെ യവന്മാരെല്ലാരും കൂടെ ചതിച്ചു. എവനെയൊക്കെ വെടിവെച്ച് കൊല്ലണം. ആ കൊച്ചിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. മുഖ്യമന്ത്രി ഇല്ലെങ്കിൽ എന്താ, ആറ്റുകാലം വെച്ച് ആ കൊച്ചിന്റെ കൂടെ ഉണ്ട്. ഒരുപാട് കമന്റ്സ് ഉണ്ട്. ഇങ്ങനെ ഒരുപാട് മെസ്സേജുകളാണ് വരുന്നത്. ഇപ്പോ ആൻസി ഒരു സാധാരണ വീട്ടമ്മയല്ല, ഒരു പബ്ലിക് ഫിഗറാ. ഒരു സോഷ്യൽ റിഫോർമറിന്റെ ലെവലിലേക്ക് മാറിക്കഴിഞ്ഞു. ആൻസി ഫൈറ്റ് ചെയ്യുന്ന ആൻസിക്ക് വേണ്ടി മാത്രമല്ല, ഇരകളായവരും ഇരകളാവാൻ സാധ്യതയുള്ളതുമായ ഒരുപാട് സ്ത്രീകൾക്ക് വേണ്ടിയാ. ആ മൂവ്മെന്റ് നയിക്കുന്ന സ്ത്രീയാണ് ഇരയായ പോരാളി. എന്തായാലും
KGSനെ കാണും മുമ്പ് അതങ്ങ് ഉറപ്പിക്കേ. സാർ അപ്പം ഞാൻ അദ്ദേഹത്തെ കാണണോ? കാണണമെന്ന് അദ്ദേഹം ആഗ്രഹം പഠിപ്പിച്ചിട്ടുണ്ട്. എനിക്ക് മെയിലും വന്നിട്ടുണ്ട്. ദേ, ഒരു ഉഗ്രൻ ഇന്റർവ്യൂ പ്രതീക്ഷിക്കാം കേട്ടോ. ആൻസി പ്രിപ്പയർ ആയിരിക്കും. ആ ആൻസി അയാളോട്ട് മീറ്റ് ചെയ്തല്ലോ. അപ്പൊ സിജി ചെറിയാനും വീണ് കാണും അവളുടെ മുമ്പില്, അല്ലെങ്കിൽ വീഴ്ത്തി കാണും. ആ ആ ഒരു ചായ എടുത്തു. മോർണിംഗ്. മോർണിംഗ് മോർണിംഗ്. സിജി ചെറിയാൻ വന്നില്ലല്ലോ സാറേ. ആ ഇപ്പൊ എനിക്കൊരു മെസ്സേജ് ഉണ്ടായിരുന്നു. ഫാമിലി വന്നിട്ടുണ്ട്, മീറ്റിംഗ് വേറൊരു ദിവസം ആക്കണമെന്ന്. അതിന് സ്വിച്ച് ഓഫ് ചെയ്യുന്നതിനാ? ഞങ്ങളോട് പറഞ്ഞാ പോരെ കാര്യങ്ങള്. ചില കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കാനേ നേരിട്ട് പറയാൻ പറ്റത്തില്ല. അപ്പൊ എന്താ ഇടപാടുക? മെസ്സേജ് അല്ലെങ്കിൽ വോയിസ് മെസ്സേജ്. മുഖത്ത് നോക്കി പറയാൻ പറ്റാത്ത കാര്യങ്ങൾ വോയിസ് മെസ്സേജ് ആയി കൊടുക്കാം. ഇപ്പൊ അതല്ലേ എല്ലാരും ചെയ്യുന്നേ. അതെ അതെ. അപ്പൊ സനൽ സാറേ, സിജി ചെറിയാൻ ഇതിന്ന് ഒഴിവാവാനാണോ ഈ മെസ്സേജ് സാറിന് അയച്ചത്? ആ അങ്ങനെ തന്നെ വിചാരിക്കണമല്ലോ. സിജി ചെറിയാനെ അവളോട് ഇത്തിരി സോഫ്റ്റ് കോർണർ ഉണ്ട്. അത് ഇന്നലത്തെ മീറ്റിംഗിൽ ഇരുന്നപ്പോ എനിക്ക് മനസ്സിലായി. ഞാൻ പറഞ്ഞില്ലേ, അവൾ ആരാ മിടുക്കി. ഈ കേസ് അവൾ അവളുടെ വഴിക്ക് തന്നെ കൊണ്ടുപോകും. നിങ്ങൾ ഇനി ആരെ കൊണ്ടുവന്നാലും. അങ്ങനെ അങ്ങ് കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഇത്രേ എന്റെ അപ്രൂവൽ വാങ്ങാതെ ഒരു റിപ്പോർട്ടും മുകളിലേക്ക് പോകത്തില്ല. ഇന്നലെ തന്നെ 1-2 മാറ്ററുകൾ അവൾക്ക് അനുകൂലമായി അയാൾ ആടിയിട്ടുണ്ട്. ഇൻവെസ്റ്റിഗേഷൻ സ്ട്രോങ് ആക്കുന്ന രീതിയിൽ തന്നെ ഞാനത് കട്ട് ചെയ്യാൻ നോക്കിയതാ. പക്ഷെ സിജി അത് എന്നോട് പറയാതെ SP-ക്ക് മെയിൽ ചെയ്തു. പക്ഷെ റിപ്പീറ്റ് ചെയ്യാതിരിക്കാൻ ഞാൻ വാൺ ചെയ്തിട്ടുണ്ട്. പക്ഷെ മെയിൽ SP-ക്ക് കിട്ടിയില്ലേ? അത് കുഴപ്പാവില്ലേ? ആ കുഴപ്പമുണ്ട്. ഇനി ഞാനത് നോക്കിക്കോളാം. ആ ഈ ഫേസ്ബുക്കിന്റെ IP നമ്പര് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അത് വെച്ച് മൂവ് ചെയ്താൽ പെട്ടെന്ന് ആളിനെ കണ്ടുപിടിക്കാം. ഏത് സോഴ്സിൽ നിന്നാണ്, ആരെ നമ്പറിൽ നിന്നാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നൊക്കെ. സിജി ഇപ്പോൾ ആ വഴിക്കാണ് മൂവ് ചെയ്യുന്നത്. അതിന് തടയിടണം. ആ അന്വേഷണം ഓപ്പൺ ആയ കുഴപ്പ. അതുകൊണ്ട് ആ അന്വേഷണം ബ്ലോക്ക് ചെയ്യണം. അങ്ങനെയെങ്കിലേ, അങ്ങനെ ബ്ലോക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ സിജി ചെറിയാന്റെ അന്വേഷണം വീഡിയോ പോസ്റ്റ് ചെയ്ത ഒറിജിനൽ ആളുടെ മുമ്പിൽ എത്തില്ലേ? ഉറപ്പായിട്ടും എത്തും. ആദ്യം അതപ്പോ കുഴപ്പമാവില്ലേ? ശരിയാ, മരുമോനാണെങ്കിൽ കുഴയുമല്ലോ. ആണെങ്കിൽ ഉറപ്പായിട്ടും കുരുങ്ങും. ഉറപ്പാ സാറേ, സംശയമില്ല. മരുമോനാ. സീഡാക്കിന്റെ ലാബിൽ പ്രോസസ്സിങ്ങിന് പോയിട്ടുണ്ട്. റിസൾട്ട് വരാൻ ഒത്തിരി ദിവസം എടുക്കുവോ സാറേ? സാധാരണ 2-3 ആഴ്ച എടുക്കും. നമുക്ക് അതിനകത്ത് ആളുണ്ടല്ലോ. ഇത് ഫേക്കായിട്ട് ക്രിയേറ്റ് ചെയ്ത വീഡിയോ ആണെന്ന് അവിടെ ഇരിക്കുന്ന ആൾക്ക് മനസ്സിലാവുമോ? പിന്നെ അവിടെ ഇരിക്കുന്നവന്മാര് കിഴങ്ങന്മാരല്ലേ, അവന്മാർക്ക് അറിയാൻ കാര്യങ്ങള്. കുഴപ്പമാവില്ലേ സാറേ? അപ്പോ കുഴപ്പമാകാതിരിക്കാനല്ലേ സാർ ഇടപെടാവെന്ന് പറഞ്ഞത്. സാറേ, പൈസ എത്ര വേണമെങ്കിലും മുടക്കാം. എന്താ വേണ്ടെന്ന് സാറ് പറഞ്ഞാ മതി. അവിടെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരെല്ലാം പുലികളാ. അവന്മാർ ചില കാര്യങ്ങളിൽ വീഴും. വീഴാതെ എവിടെ പോകാനാ? അപ്പൊ നമുക്ക് സമാധാനമായിട്ടിരിക്കാലോ സാറേ. അങ്ങനെ സമാധാനമായിട്ട് കിടന്നുറങ്ങാൻ പറ്റത്തില്ല. സൈബർ കേസ് എന്ന് വെച്ചാലേ നിസാര കേസല്ല. ഓരോന്ന് കുഴപ്പിക്കുമ്പോ ആലോചിക്കണം കേട്ടാ. മനസ്സിലായോ? മതിയോ? നീ ഇപ്പൊ ഉറക്കമില്ലല്ലോടാ. മക്കളെ, നിങ്ങൾ പാല് കുടിച്ചായിരുന്നോ? ആ കുടിച്ചു. എന്നാ പിന്നെ കിടക്ക്. ഞങ്ങളിപ്പോ കിടക്കുന്നില്ല. ചേട്ടൻ ഉറങ്ങിയിട്ടേ കിടക്കുന്നുള്ളൂ. അവിടെ അന്നക്കുട്ടി, രണ്ടുപേരും അവിടെ കിടക്കും. അന്നക്കുട്ടി വന്നേ, വാങ്ങോട്ട്. ഇല്ല, ഞാൻ ഇവിടെ കിടന്നോളാം. നീ ഇവിടെ കിടക്കണ്ട. പുതിയ ശീലമൊന്നും വേണ്ട. അവൾ ഇവിടെ കിടന്നോട്ടെ അനി. എന്തിനാ അങ്ങനെയുള്ള ശീലമൊന്നും വേണ്ട. പോയി കിടക്ക്. മനസമാധാനത്തോടെയാ ജീവിച്ചത്. ഇനി അത് കിട്ടത്തില്ല എന്ന് മനസ്സിലായി.
മോളി കിടക്ക്. ആ സർ. ആ അൻസി, അങ്ങ് വീട്ടിലെത്തിയോ? ആ അല്ല, പോകുന്ന വഴിക്ക് നല്ല മഴയുണ്ടായിരുന്നു അല്ലേ? അതെ സർ, മഴയുണ്ടായിരുന്നു. സന്ധ്യയ്ക്ക് മുമ്പ് ഞങ്ങൾ ഇങ്ങ് എത്തിയായിരുന്നു. ആ അതെ, KJ സാർ എന്നെ വിളിച്ചിരുന്നു. ഞാനൊരു മെസ്സേജ് കൊടുത്തിരുന്നു. ഓ, എന്നിട്ട് എന്ത് പറഞ്ഞു സർ? എന്നോട് അദ്ദേഹത്തിൻ്റെ ഓഫീസിലോട്ട് എത്താൻ പറഞ്ഞു. വീട്ടിൽ തന്നെ ഓഫീസ്. അദ്ദേഹം 100% ആൻസിയുടെ കൂടെ ഫുൾ സപ്പോർട്ട് ഉണ്ടെന്നേ. അതുകൊണ്ട് ആൻസിനെ വേറെ വക്കീലൊന്നും വെക്കണ്ട, സാറ് തന്നെ അപ്പിയർ ചെയ്തോളാന്ന് പറഞ്ഞു. സാർ തന്നെ അപ്പിയർ ചെയ്യുന്നോ? അയ്യോ, അപ്പോ അദ്ദേഹമൊക്കെ ആവുമ്പോ ഭയങ്കര ഫീസായിരിക്കത്തില്ലേ? ഫീസിന്റെ കാര്യം എന്തിനാ ആൻസി ഇപ്പൊ ആലോചിക്കുന്നേ? സപ്പോർട്ട് കിട്ടുക എന്നത് വലിയ അനുഗ്രഹമല്ലേ. ആ ആൻസി, അദ്ദേഹത്തിന്റെ ജൂനിയർ നാളെ രാവിലെ ആൻസിയുടെ വീട്ടിലോട്ട് വരും വക്കാലത്തൊപ്പിടാൻ. ഞാനെന്താ ചെയ്യണ്ടേ സർ? ഒന്നും ചെയ്യണ്ട. സാറിന്റെ മൊബൈൽ നമ്പരും ഓഫീസ് നമ്പരും ഒക്കെ ഞാൻ വാട്സാപ്പ് ചെയ്തേക്കാം. നാളെ രാവിലെ സാറിനൊന്ന് വിളിക്കേ. ഞാൻ വിളിക്കണോ? വിളിക്കണം. ആൻസിയുടെ കോൾ അദ്ദേഹം പ്രതീക്ഷിക്കുന്നുണ്ട്. ഞാൻ വിളിക്കാം സർ. ആ പിന്നെ ആൻസി, നെറ്റ് കണക്ഷൻ കിട്ടിയോ? ആ സർ, ഞാൻ റീചാർജ് ചെയ്തായിരുന്നു. ആ എന്നാ പിന്നെ KJസിന്റെ പേജിലേക്ക് ഒന്ന് കയറി നോക്ക്. ആൻസിക്ക് ഇന്ന് മനസ്സമാനത്തോടെ കിടന്നുറങ്ങാൻ അത് ധാരാളം മതിയാവും. ഓക്കേ ആൻസി, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് സർ. കഴിപ്പ് നിർത്തിയിട്ട് എണീറ്റ് പോയെന്തിനാ? പോയ വഴി വയറു നിറച്ചും കിട്ടിക്കാണും, അതുകൊണ്ടായിരിക്കും വിശപ്പില്ലാത്തത്. ഈ കൊച്ചാപ്പൻ കാരണമേ കേസ് വേറെ വരുമെന്ന് എനിക്ക് തോന്നുന്നത്. എന്തൊരു മേളമായിരുന്നു. ഞാൻ പിടിച്ചില്ലായിരുന്ന എല്ലാവരും കൂടെ ചവിട്ടി കൂട്ടിയാനെ. അതെങ്ങനാ പിടിച്ചാലും കണ്ട് നിൽക്കുവോ? എന്തൊരു ആരോഗ്യമായിരുന്നു. പോയ വഴി കള്ളു വാങ്ങിച്ചു കൊടുക്കാത്തെന്താ? തളർന്നിരുന്നേനല്ലോ. എടി ആനി, ഞാനേ ആൻസി ഉള്ളതുകൊണ്ടാ, ഇല്ല ഞാൻ വഴിയിലങ്ങ് നിർത്തിയാനെ. കൊച്ചാപ്പൻ കുടിച്ചാലേ കഥ മാറ്റിക്കളയും. പോകുന്ന കാര്യമായിരിക്കത്തില്ല നടക്കാൻ പോകുന്നേ. എന്നിട്ട് പോയ കാര്യമാണോ നടന്നത്? അല്ലല്ലോ. പോയതിന് എത്ര പൈസയായി നിങ്ങളുടെ? അതിന്റെ കണക്ക് വല്ലതും ഉണ്ടോ? കണക്കൊക്കെ ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട്. എവിടെ? എടുക്ക്. അത് മനക്കണക്കാ. നിങ്ങളുടെ മനക്കണക്ക് കൂട്ടിക്കൂട്ടിയാ ഇവിടം വരെ ആയത്. ഇനി എന്റെ 5ന്റെ പൈസ നിങ്ങൾക്ക് കിട്ടത്തില്ല. ഡീസൽ അടിച്ച് പോയിക്കുന്നു കാല് പിടിക്കാൻ. നാണോ ഉണ്ടോ? എല്ലാത്തിനെയും കൂടെ ചവിട്ടി പുറത്താക്കിയല്ലോ. നാണോ മാനോ ഇല്ലാത്ത മനുഷ്യര് ഇങ്ങനെ നടക്കോ? ടാപ്പ് ചെയ്തിട്ട് 4-5 ദിവസമായി. കേരളം മൊത്തം മഴയാന്നാ കേട്ടത്. രാവിലെ കുറച്ച് തെളിച്ചമൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് പക്ഷേ വെട്ടാമായിരുന്നു. ഇന്നലെ വെട്ടാറങ്ങിയിട്ട് എന്തായി? ഉള്ള കറ മൊത്തം വെള്ളത്തിൽ ഒലിച്ചു പോയില്ലേ? പിന്നെ ഇതൊക്കെ നമ്മുടെ ലല്ലിയോ ഇരിക്കുന്നത്. മഴ പെയ്യുന്നതും മഴ പെയ്യാതിരിക്കുന്നതുമൊക്കെ. എന്തായാലും പഴയതുപോലെ ഒരു വട്ടായിരുന്നാ മതിയായിരുന്നു. പിന്നെ അവള് വല്ലതും പറഞ്ഞോ വക്കീലിന്റെ കാര്യം? രാജ്മോഹൻ സാറിനെ കണ്ട് വക്കീലിന്റെ കാര്യം പറയാമെന്നില്ലയോ പറഞ്ഞത്? എന്നോടൊന്നും പറഞ്ഞില്ല. പക്ഷെ ഷൈജു വക്കീൽ എന്നെ വിളിച്ചായിരുന്നു. വക്കാലത്ത് റെഡിയാക്കി വെച്ചിരിക്കുകയാണെന്ന്. എന്നാ നീ വിളിച്ചേ, ഇനി വരാൻ പറ. 2 ആഴ്ചക്കകം തീരുമാനം അറിയണമെന്നല്ലേ പറഞ്ഞത്? അത് അവള് പറയട്ടെ. അലക്സേ, അവള് കാശില്ലാത്തതുകൊണ്ടായിരിക്കും വേണ്ടെന്ന് പറയുന്നത്. നമുക്ക് എന്തെങ്കിലും വഴി ഉണ്ടാക്കാം. അവളെ സഹായിക്കാൻ നമ്മളല്ലാതെ വേറെ ആരാ ഉള്ളത്? ഇപ്പൊ അവക്ക് മനസ്സിലായല്ലോ. അവിടെ നാട്ടി ഇറക്കിയപ്പം ഇവിടുന്ന് എന്തോ വർത്താനം പറഞ്ഞിട്ടാ പോയത്. ഉടനെ അങ്ങ് സ്വീകരിക്കും. എന്തൊക്കെയായിരുന്നു അതാടാ അലക്സേ പറഞ്ഞത്. നീ ആ മിന്നലിനെ തന്നെ ഇങ്ങ് വിളിക്കേ. അവിടെ അനുവാദം തരാമെന്ന് നിൽക്കണ്ട. നീ വിളിക്കേ, ഞാൻ പറഞ്ഞോളാം. ആ സർ, എവിടം വരെ എത്തി സർ? ആ അമ്പലം കഴിഞ്ഞില്ലേ? ആ റബ്ബർ തോട്ടം കാണുന്നില്ലേ? അവിടം വരെ എത്തിയല്ലേ? അപ്പൊ നേരെ ഇങ്ങ് വന്നാ മതി. അത് വീട്ടിലേക്കുള്ള വഴിയാ. ആ ശരി.
അലക്സേ, പരിചയമില്ലാത്തൊരു വണ്ടി വരുന്നുണ്ടല്ലോ. സൊസൈറ്റിയിലെ ഇലക്ഷൻ അല്ലേ, അതിന്റെ എന്തെങ്കിലും കാര്യമായിട്ട് വന്നതായിരിക്കും. ഹലോ സർ. ഹലോ. ഇവിടെ 2-3 വഴിയുണ്ട് ഇങ്ങോട്ടേക്ക് വരാനായിട്ട്. ആഹാ. ഇപ്പൊ സാർ വന്നത് അമ്പലം വഴിയല്ലേ? അതെ. ചർച്ചിന്റെ വഴിയും വരാം. ആ സാർ വന്നാട്ടെ. അകത്തോട്ടിരിക്കാം സാർ. ശരി. ഇരുന്നോട്ടെ സാർ. ആ. ഇരിക്കൂ സാർ. ആരാ മോളെ? ആ കൊച്ചപ്പ, അത് വക്കീല. ഏത് വക്കീല്? KG സാറിനെ കുറിച്ച് പറഞ്ഞില്ലായിരുന്നു, അദ്ദേഹം അയച്ച വക്കീല. ആ, വക്കീലാ. സിറ്റിന്ന് വരുവാന്നോ സാറേ? ആ അതെ. ആ, ആരാ മോളെ? അമ്മച്ചി വക്കീല. ഇതെന്റെ അമ്മച്ചിയാ സർ. ഓ. അത് കൊച്ചാപ്പൻ, അത് അലക്സ്, സിസ്റ്റർ ഹസ്ബൻഡാ. ആ. സാറിന് കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ? വേണ്ട, ആൻസി ഇരിക്കൂ, കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ആ. അനന്തകൃഷ്ണൻ ഡിവോഴ്സിനുള്ള ജോയിന്റ് പെറ്റീഷൻ ഒപ്പിട്ട് കൊടുക്കാനാണ് നോട്ടീസ് വന്നിരിക്കുന്നത്. ആൻസി അതിന് തയ്യാറാണോ അല്ലയോ, എന്താണ് ആൻസിയുടെ മാനസിക നില എന്നറിയാനാണ് KG സാർ എന്നെ ഇങ്ങോട്ട് അയച്ചിരിക്കുന്നത്. ഇത്രയും മോശമായ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുള്ള ഒരു ഭർത്താവിനോടൊപ്പം ഇനിയും ലൈഫ് കണ്ടിന്യൂ ചെയ്യണമെന്ന് സാധാരണ ഒരു സ്ത്രീയും പറയാറില്ല. സർ, അനന്ത് ഇതൊന്നും അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നാവില്ല. എന്നെക്കുറിച്ച് ഈ പറയുന്ന ഒന്നും അനന്ത് വിശ്വസിക്കില്ല, എനിക്ക് ഉറപ്പുണ്ട്. അനന്തനറിയാതെ ഇങ്ങനൊരു വക്കീൽ നോട്ടീസ് വരില്ലല്ലോ. അതൊക്കെ അവരെ ചെയ്യിപ്പിക്കുന്നതായിരിക്കും സർ. സിനിമയാണ് അനന്തന്റെ പാഷൻ. അങ്ങനെ ഒരു പ്രൊജക്ട് കാണിച്ചിട്ടായിരിക്കും അവരിങ്ങനെ ഇട്ട് കുരങ്ങ് കളിപ്പിക്കുന്നത്. എനിക്കൊരു 5 മിനിറ്റ് തനിച്ച് കിട്ടിയാൽ മതി, ഞാൻ പറഞ്ഞെല്ലാം മനസ്സിലാക്കിക്കോളാം, ഇതൊക്കെ മാറും. പക്ഷെ അതിനവരെ സമ്മതിക്കുന്നില്ല. ഞാനും പിള്ളേരും ഇല്ലാതെ അനന്ത് എങ്ങനെ ജീവിക്കുമെന്ന് എല്ലാരും പറയുന്നേ. എനിക്കും ഒരു എത്തും പിടിയും കിട്ടുന്നില്ല തമ്പുരാനെ. ആൻസി, ഇസ്മയിൽ ഷാ അയച്ച വക്കീൽ നോട്ടീസ് ഒന്ന് തരുമോ? അമ്മച്ചി എന്റെ ആ മേശയിലില്ലേ? ഡ്രോയിലാണോ മോളെ? ആ അതെ, ഒന്നെടുത്തോണ്ട് വരൂ. വക്കീൽ സാറേ, ഞാനും മോളും കൂടെ കഴിഞ്ഞ ദിവസം അനന്തന്റെ തറവാട്ടിലൊന്ന് പോയിരുന്നു. ഇവൾ അവന്റെ കാല് പിടിച്ചതാ. മോള് പറയുക ഒരു നേരം സംസാരിച്ച പ്രശ്നം അങ്ങ് തീരുമെന്ന്. അവനാണ് ചൊറിയുന്ന വർത്തമാനമാണ് പറയുന്നത്. ഇവളെ മക്കളെ വേണ്ടാന്നുള്ള രീതിയിലാ അവന്റെ സംസാരം. അവനും അവന്റെ ചേട്ടന്റെ മരുമോനും പിന്നെ കുറെ സിനിമാക്കാരും എന്നെ ഒരുപാട് ആക്ഷേപിച്ച് അവർ വിട്ടത്. ഇതാ മോളെ. സാറേ, ഈ നോട്ടീസ് എന്തൊക്കെ തോന്നിവാസം എഴുതി പിടിപ്പിച്ചേ നോക്കിക്കാട്ടെ. എന്നിട്ട് സാർ ഒരു തീരുമാനം എടുത്താട്ടെ. ഈ പൊടിക്കുഞ്ഞുങ്ങൾക്കൊരു തന്ത വേണം, ഇവക്കൊരു ഭർത്താവും വേണം. അവന് പറ്റത്തില്ലെന്ന് കടുപ്പിടുത്തമാണെങ്കിലേ അതങ്ങ് വേണ്ടെന്ന് വെച്ചേക്കണം. പക്ഷേ നഷ്ടപരിഹാരം വേണം. 1-2 ദിവസമൊന്നും അല്ലല്ലോ, 10-20 വർഷമാ. അവന്റെ തറവാടിന്റെ പകുതിയും ഇവക്കും കുഞ്ഞുങ്ങൾക്കും ചെലവിനുള്ള കാശും കിട്ടണം. സാർ അതിനുള്ള വകുപ്പ് എന്താന്ന് വെച്ചാൽ നോക്കിക്കാട്ടെ. കൊച്ചാപ്പ, സാർ അതിന് കേസ് മനസ്സിലാക്കട്ടെ. സാർ പറഞ്ഞോളൂ. അല്ല, കൊച്ചാപ്പൻ എന്തിനാ ഇതൊക്കെ പറഞ്ഞോണ്ടിരിക്കുന്നത്? പറയേണ്ടത് പറയാതെങ്ങനാ? ഓനാച്ചൻ പറയുന്നത് നേരാ സാറേ. ഇവളൊന്നും മിണ്ടത്തില്ല. മിണ്ടാതിരുന്നതിന്റെ ഇത്രയും ആയത്. ഓ, അവൻ ഇത്രയും കൂടുതൽ കടുംപിടുത്തം കാണിക്കണമെങ്കിൽ നിസ്സാര കാര്യമല്ല. ഇതിലെന്താണ് ആൻസിയുടെ വിശ്വാസം? മറ്റുള്ളവരുടെ പ്രഷറിൽ ചെയ്തു തന്നെയാണോ? അതെ സർ. അനന്തു അറിഞ്ഞുകൊണ്ട് ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല. ഈ ആനിക്കും അമ്മച്ചിക്കും ഒന്നും അറിയാത്തതല്ല ഇതൊന്നും. ഏതെങ്കിലും കാര്യത്തിന്റെ കണക്ക് സൂക്ഷിക്കുന്ന ഒരാളല്ല അനന്തു. ഇത്ര നാളെ ഞങ്ങൾ ഒരുമിച്ചല്ലേ ജീവിച്ചത്. ഇതുവരെയും കണക്ക് പറയാതെ ഞങ്ങൾ ജീവിച്ചത്. ഞങ്ങൾ അത്രയും ബുദ്ധിമുട്ടി ജീവിക്കുമ്പോഴും കുറച്ച് പൈസ വന്ന അമ്മച്ചിക്ക് വേണ്ടിയിട്ട് കുറച്ചുകൂടെ നല്ലൊരു വീടെടുത്ത് കൊടുക്കുമെന്ന് പറയുന്ന ആളാ. ആനിക്ക് വേണ്ടിയിട്ട് വേറെന്തെങ്കിലും ഒരു പുതിയ ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്യണമെന്ന് പറഞ്ഞ ആള്. അതെ, നമ്മളെ ഇപ്പൊ എന്നാ ചെയ്യണോന്ന് ആൻസി പറഞ്ഞുകൊണ്ട് വരുന്നത്, അതുകൂടെ പറഞ്ഞാട്ടെ. അതെ, അതറിയാനാണ് ഞാൻ വന്നത്. ആൻസി, വക്കീൽ നോട്ടീസിൽ ഒരു ഭാര്യയ്ക്കും ഒരു സ്ത്രീക്കും സഹിക്കാവുന്ന കാര്യങ്ങളല്ല ഉള്ളത്. ആൻസി ഇപ്പോഴും അനന്തനെ കുറ്റപ്പെടുത്തുന്നില്ല. അത് തന്നെ ഒരു മാജിക്കാ. ലെറ്റ് us hope for the best. അനന്തുവിനെതിരെ വിവാഹമോചനത്തിന് ഞാൻ ഒരിക്കലും ഒപ്പിടില്ല. ഇനി അത് സംഭവിക്കുന്നുണ്ടെങ്കിൽ അതെന്റെ വിധി. അതൊരിക്കലും ഞാനായിട്ട് ക്രിയേറ്റ് ചെയ്യില്ല സർ. ഓക്കെ, അപ്പോ പിന്നെ ജോയിന്റ് പെറ്റീഷൻ എന്നല്ല, ഡിവോഴ്സിനെ തയ്യാറല്ലെന്നും പറഞ്ഞ് ഒരു കൗണ്ടർ നോട്ടീസ് അയക്കാം. കേസ് ആവട്ടെ.
കോടതിയിലെത്തട്ടെ. എന്തു പറയുന്നു? സർ, ഞാൻ എവിടെയോ ഒപ്പിടേണ്ടെന്ന് മാത്രം പറഞ്ഞാൽ മതി. അത് പറയാം. പക്ഷെ അതിനു മുമ്പ് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. പോയിന്റ് നമ്പർ 1. ആൻസി പറഞ്ഞ സത്യത്തിൽ തന്നെ ഉണ്ട്. ഒന്നിനും കണക്ക് പറയുന്ന ആളല്ല നിങ്ങളുടെ ഭർത്താവ്. സാമ്പത്തിക അച്ചടക്കം ഒട്ടുമില്ലാത്ത ഒരാളാണ് ഈ അനന്തകൃഷ്ണൻ. പിന്നെ അമിത മദ്യപാനം ഒരു മെയിൻ കാരണം അതാണ്. നാട്ടുകാരെ മറന്ന് മദ്യപിക്കുകയും മദ്യപിച്ച് ലക്ക് കെട്ട് ഭാര്യയെയും മക്കളെയും നിരന്തരം ശാരീരിക പീഡനത്തിനും മാനസിക പീഡനത്തിനും ഈ കക്ഷി ഇരയാക്കിയിട്ടുണ്ട്. ഇതൊരു നിത്യസംഭവമായിരുന്നു. എന്നെയും പിള്ളേരുടെ മുമ്പിൽ കൈയെടുത്ത് ഉയർത്തിയിട്ട് കൂടിയില്ല അനന്തു. ഇങ്ങനെയൊക്കെ എങ്ങനെ നമുക്ക് പറയാൻ പറ്റുക? ഞാൻ ഈ പറയുന്നൊന്ന് കേൾക്കൂ. പോയിന്റ് നമ്പർ 3. ദുർനടപ്പ്. എന്റെ കക്ഷിയുടെ മേൽ ആരോപിക്കുന്ന എതിർകക്ഷിയായ അനന്തകൃഷ്ണന്റെ പരസ്ത്രീ ബന്ധങ്ങൾ നിരവധി തവണ നേരിൽ സാക്ഷ്യപ്പെട്ടിട്ടുള്ളതും അതേ ചൊല്ലിയുള്ള കലഹങ്ങൾ വീട്ടിൽ പതിവായതുമാണ്. സർ, അയ്യോ, അങ്ങനെയുള്ള ദൂഷ്യമൊന്നും ഉള്ള ആളല്ലല്ലോ അനന്തൻ. പോയിന്റ് നമ്പർ 4. ജീവനാംശം. വലിയൊരു തുക തന്നെ വാങ്ങിച്ചെടുക്കാനും ഭാര്യ എന്ന രീതിയിൽ ഈ വീട്ടിലുള്ള അവകാശം സ്ഥാപിച്ചെടുക്കാനും വേണ്ട കുറച്ച് പോയിന്റ് കൂടി ഇനിയും വേണം. ഇല്ല സർ, ഇതൊന്നും ശരിയാവത്തില്ല. ഇത് ശരിയാവത്തില്ല. അനന്തു എനിക്ക് വേണ്ടിയും എന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിച്ച ആളാ. ഈ കോടികളെല്ലാം തള്ളിക്കളഞ്ഞിട്ട് എന്റെ കൂടെ ഇറങ്ങിപ്പോകുന്ന മനുഷ്യനാ. നീ എന്ത് വിവരക്കേടാ ഈ പറയുന്നത്? ആ നോട്ടീസ് എഴുതി പിടിപ്പിച്ചാ നീ കണ്ടില്ലയോ? അതൊക്കെ അങ്ങ് മറന്നുപോയോ? ആ തറവാട്ടി ചെന്നപ്പോഴേ നിന്റെ മുഖത്ത് നോക്കി പറഞ്ഞൊക്കെ നീ അങ്ങ് മറന്നുപോയോ? സാറിപ്പ് എഴുതി കൊണ്ടുവന്നിരിക്കുന്നതേ 100% ശരിയാ. അതങ്ങനെ തന്നെ പോട്ടെ. അങ്ങനെയല്ല കൊച്ചപ്പ, അങ്ങനെയല്ല സർ. ഇതൊക്കെ പറയുന്നത് തെറ്റാണ്. ആൻസി, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ആൻസി ആഗ്രഹിക്കുന്നത് പോലെ ഭാര്യയും കുട്ടികളുമൊത്ത ഒരു ജീവിതത്തിന് അയാൾക്ക് ആഗ്രഹമില്ലെങ്കിൽ അയാൾ തീർച്ചയായും ഒഴിഞ്ഞു പോകും. ഒഴിഞ്ഞു പോയിട്ടെ സാർ അവന് വേറെ കെട്ടാനാ? അതാ അവന്റെ ആഗ്രഹം. സാറും ഉണ്ടായിരിക്കെ, ഞാനൊന്ന് സംസാരിക്കട്ടെ. കുട്ടികൾക്ക് വേണ്ടിയെങ്കിലും ആൻസി ഇതിനകത്തൊരു ഒപ്പിടണം. സർ, വക്കീല് പറയുന്ന കേക്ക് മോളെ, ഒപ്പിട്ട് കൊടുക്ക്. മോളെ ധൈര്യമായിട്ട് ഒപ്പിട്. കൊച്ചപ്പ പറ്റില്ല. ഇതിൽ ഒപ്പിട് മോളെ. ഒപ്പിട് മോളെ. ഇതിൽ ഒപ്പിട്. ഒപ്പിട് മോളെ. കൊച്ചാപ്പനല്ലേ പറഞ്ഞേ? ധൈര്യമായിട്ട് ഒപ്പിട്ടാട്ടെ. ഒപ്പിട്. ഒപ്പിട് മോളെ.